തമിഴനാടാ, മലയാളം മനസ്സിലാവില്ല. ഞാൻ പറയാം. അണ്ണാച്ചി വളിവിട്. സോറി അണ്ണാച്ചി, വളികൾ വിടുങ്കോ. എനിക്ക് നിങ്ങളോടൊപ്പം സംസാരിക്കണം. അയ്യോ, മലയാളിയാണോ? എന്നാ വിടണ്ട അണ്ണാ. ചുമ്മാ ഇരിടാ. പല്ലുവേന വന്നിട്ടാ വേദന വന്ന നിമിഷങ്ങൾക്ക് അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു, ഞാനൊരു ഡെന്റിസ്റ്റ് ആവുമെന്ന്. അറിയോ? എങ്ങനെയാ നിന്റെ അമ്മാവന് പല്ലുവേദന വന്നത്? ഒരു പാണ്ടി ലോറി നേരെ വന്ന് ഒറ്റ ഇടി ഫ്രണ്ട് പല്ലിന്. നാശം പിടിക്കാൻ ഇത് കുഴപ്പമാണ്. എനിക്ക് പേടിയാവുന്നതാ. ചുമ്മാ ഇരിക്കേ. നമ്മൾ എന്താ ചെയ്യാ? ടാക്സി വിളിക്ക്. മിസ്ഡ് കോൾ അടിച്ചാൽ മതി തോമസ് കുട്ടി, കാശ് കളയണ്ട. പറയാം. എന്റെ നമ്പർ ഞാൻ മറന്നു പോകും, അതുകൊണ്ട് ഞാനത് ഡയറി കുറിച്ച് വെച്ചു. ആ ഡയറി എവിടെ? അത് വേറെ ആരുടെയും കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അന്ന് തന്നെ കത്തിച്ചു കളഞ്ഞു. കണ്ട് നല്ല പരിചയം. അറ്റ്ലസ് രാമചന്ദ്രൻ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. എന്നെങ്കിലും കാണുമ്പോ പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നു. വിശ്വസ്ത അല്ല, വിശ്വസ്ത. അത് തന്നെയാ ഞാൻ പറയുന്നത്, വിശ്വസ്ത സ്ഥാപനം. വിശ്വസ്ത. ശ്വാസോച്ഛ്വാസത്തിന്റെ നാക്കണ്ണാക്കി മുട്ടിച്ചേ. ആട്ടികൊള്ളും. നേരെ പറയും, വിശ്വസ്ത സ്ഥാപനം. ഇപ്പൊ ഏകദേശം ശരിയായി. എത്ര നമ്പർ? KL7 63 ആണ്. 77 15 അതാ 12 13 എന്തായാലും KL7 ആണെന്ന് ഉറപ്പാണ്. ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ ചെല്ലുമ്പോൾ അവനൊരു സർപ്രൈസ് ആവട്ടെ. അത് നല്ലതാ. പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ വരുന്നത്. അവനോട് പറഞ്ഞേക്കാം. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പോണേ, നമുക്ക് എസ്കലേറ്റർ വഴി ഇറങ്ങാം. അങ്കിൾ എസ്കലേറ്ററിൽ കയറാൻ പേടിയാ. എന്തിനാ പേടിക്കുന്നത്? ഇതൊരു ചെറിയ ബാലൻസ് വേണ്ട, ഒരു പ്രശ്നമില്ല കേട്ടാ. വലത്തെ കാലം ഫ്രണ്ട് വെക്കുമ്പോ റൈറ്റിലേക്ക് ബാക്ക് വെച്ചാൽ മതി. ധൈര്യം അടിക്കാറിയോ? ഞാനില്ല ഇവിടെ. ആദ്യമൊക്കെ ഇങ്ങനെ ഉണ്ടാവും, കുഴപ്പമില്ല. ഒരു മര്യാദ വേണ്ടേ? ഇവൻ ആരുടെ കാര്യം പറയണേ? കേരളത്ത്